വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 5ാമത്തെ ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു 4 ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടോ നിങ്ങളെ നമ്മൾ ഇന്ന് അതാ പഠിക്കാൻ വന്നത്. ഇതുകൂടാകുമ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ തീരുക കേട്ടോ. ഈ ചാപ്റ്ററിനായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണേ. ഞാൻ എല്ലാ കണക്കുകളും എത്രയും ചെറുതാക്കി തരാമോ അത്രയും ചെറുതാക്കി തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതുവരെ ചെയ്ത കണക്ക് പോലെയല്ല ഈ 4 കണക്കുകളും നമ്മൾ ഇതുവരെ ചെയ്തതിൽ നിന്ന് ഒത്തിരി വ്യത്യാസമുണ്ട്. ഒന്നുകൂടി ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം, നല്ലതുപോലെ മനസ്സിലാക്കിയിട്ട് വേണേ കുഞ്ഞുങ്ങളെ ഈ ചോദ്യം ആൻസർ എഴുതാൻ നോക്കണേ. ക്വസ്റ്റ്യൻ അങ്ങ് മനസ്സിലാക്കണേ. അപ്പുവിൻ്റെ അമ്മയുടെ പ്രായം. കാരണം എന്താണെന്നറിയോ, ഈ ക്വസ്റ്റ്യൻ തന്നെ ഇപ്പം നിങ്ങൾ 8ലാണ് 9, 10 ഈ ക്ലാസ്സിലെല്ലാം ഇതിന് പഠിക്കാനുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അപ്പുവിൻ്റെ അമ്മയുടെ പ്രായം അപ്പുവിൻ്റെ പ്രായത്തിൻ്റെ 9 മടങ്ങാണ്. ഈ 9 വർഷം കഴിയുമ്പോൾ ഇത് 3 മടങ്ങായിട്ട് അങ്ങ് മാറും. ഇവരുടെ ഇപ്പോഴത്തെ പ്രായം എത്രയാണ് എന്നാണ് ചോദ്യം. The age of Appu's mother is now 9 times that of Appu. After 9 years, it will be 3 times Appu's age. What are their age now? ചോദ്യം മനസ്സിലാക്കണേ നല്ലതുപോലെ. അപ്പുവിൻ്റെ അമ്മയുടെ പ്രായം അപ്പുവിൻ്റെ പ്രായത്തിൻ്റെ 9 മടങ്ങാണ്. അപ്പോൾ അപ്പുവിൻ്റെ പ്രായം തന്നിട്ടുണ്ടോ കുഞ്ഞുങ്ങളെ? ഇല്ല. നമ്മൾ ആദ്യമായിട്ടേ പഠിച്ചിട്ടുണ്ട്. എന്തുവാ, എന്താണോ നമുക്ക് തരാത്തത് നമ്മളതിന് എക്സ് എന്ന പേര് കൊടുക്കുക. അപ്പുവിൻ്റെ അമ്മയുടെ പ്രായം അപ്പുവിൻ്റെ പ്രായത്തിൻ്റെ 9 മടങ്ങെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? അപ്പുവിൻ്റെ പ്രായം നമുക്ക് തന്നിട്ടില്ല അല്ലേ. അപ്പൂസ് ഏജ് നൗ. നമുക്കിപ്പോഴത്തെ പ്രായം എത്രയാണെന്ന് അറിയത്തില്ല. ഇപ്പോഴെത്ര എന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പം നമ്മൾ എക്സ് എന്ന് കൊടുത്തു. അപ്പുവിൻ്റെ ഇപ്പോഴത്തെ നൗ അല്ലേ കേട്ടോ. അപ്പുവിൻ്റെ ഇപ്പോഴത്തെ അല്ലെ അപ്പുവിൻ്റെ പ്രായം എക്സ് എന്ന് കൊടുക്കുക. കാരണം നമുക്കറിയത്തില്ല. അപ്പൂസിൻ്റെ മദർ ഏജ് അപ്പുവിൻ്റെ അമ്മയുടെ ഏജ് അപ്പൂസ് മദേഴ്സ് ഏജ് അമ്മയുടെ പ്രായം എത്ര കുഞ്ഞുങ്ങളെ? അതിൻ്റെ 9 മടങ്ങാണ്. 9 മടങ്ങ് കേട്ടോ. 9 മടങ്ങായതുകൊണ്ട് 9 എക്സ് ഇത്രയും നമ്മുടെ ചോദ്യത്തിലുണ്ട്. പിന്നെ പറഞ്ഞത് എന്താ പറയുക, 9 വർഷം കഴിയുമ്പോൾ ആഫ്റ്റർ 9 ഇയേഴ്സ് എന്ന് വെച്ചാൽ 9 വർഷം കഴിയുമ്പോൾ നോക്കണേ. അപ്പുവിൻ്റെ പ്രായം എക്സ് ആണ്. കാരണം എത്ര നമുക്കറിയത്തില്ല. അപ്പുവിൻ്റെ അമ്മയുടെ നോക്കിക്കേ, അപ്പുവിനേക്കാൾ 9 മടങ്ങ് കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പുവിൻ്റെ അമ്മയുടെ പ്രായം അപ്പുവിൻ്റെ പ്രായത്തിൻ്റെ ആണല്ലോ. എന്തായാലും മക്കളെക്കാട്ടി പ്രായമായിരിക്കുമല്ലോ അമ്മയ്ക്ക്. അത് ഓർത്താതെ. അപ്പുവിൻ്റെ പ്രായത്തിൻ്റെ 9 മടങ്ങാണ്. അതിനാണ് 9x എന്ന് പറഞ്ഞത്. അപ്പുവിൻ്റെയോ എക്സ് എന്നും പറഞ്ഞു. പക്ഷേ 9 വർഷം കഴിഞ്ഞു ആഫ്റ്റർ 9 ഇയേഴ്സ് 9 വർഷം കഴിയുമ്പോൾ എന്താ, അതിൽ നിന്നും 9 കൂടെ കൂടുതലാണ് അല്ലേ. അപ്പുവിന് എത്രയായിരുന്നു ഏജ് ഓഫ് അപ്പു അല്ലേ കുഞ്ഞുങ്ങളെ? അപ്പുവിൻ്റെ മലയാളം എഴുതിക്കോണം കേട്ടോ. അപ്പുവിൻ്റെ പ്രായം എക്സ് ആയിരുന്നു. 9 വർഷം കഴിയുമ്പോഴെന്താ, അത് 9 കൂടെ കൂടും. അപ്പോൾ എന്താ, എക്സ് പ്ലസ് 9. എക്സ് ആയിരുന്നു പ്രായം, അതിൻ്റെ കൂടെ 9 കൂടെ കൂടി കേട്ടോ. അപ്പുവിൻ്റെ പ്രായം എത്ര നമുക്കറിയത്തില്ല. നിങ്ങൾ എക്സ് എന്ന് പേര് കൊടുത്തു. 9 വർഷം കഴിയുമ്പോൾ എന്താ, 9 പ്ലസ് എക്സ്. അമ്മയുടെ അപ്പോൾ എന്തുമായിരിക്കും, ഏജ് ഓഫ് അമ്മ അല്ല മദറാണ് അല്ലേ. അമ്മ എന്നുള്ള മദർ. അമ്മയുടെയോ 9 ഓൾറെഡി 9x ആയിരുന്നു അല്ലേ. 9 മടങ്ങ് കൂടുതലായിരുന്നു. വീണ്ടും 9 വർഷം കഴിയുമ്പം വീണ്ടും 9. ഇത് നല്ലപോലെ മനസ്സിലാക്കണേ. ഞാൻ വിചാരിക്കും നിങ്ങളാണ് ഇത് ശരിയാക്കേണ്ടത്. മീൻസ് അപ്പൂസ് ഏജ് അറിയത്തില്ല, പക്ഷേ അപ്പുവിനേക്കാൾ 9 മടങ്ങ് അമ്മയ്ക്ക് കൂടുതലാണ് ഫസ്റ്റ് നമുക്ക് തന്നത്. ഈ 9 വർഷം കഴിയുമ്പം വീണ്ടും 9 വയസ്സുണ്ട്. ഇപ്പം നമുക്കിപ്പം 10 വയസ്സുണ്ടെന്ന് വെച്ചോ. 9 വർഷത്തോടെ കഴിയുമ്പോൾ നമുക്ക് 19 വയസ്സല്ലേ ഇല്ലയോ. 20 വയസ്സാണ് ഇപ്പോഴെങ്കിൽ 9 വർഷം കഴിയുമ്പോൾ 29 വയസ്സാണ്. മനസ്സിലായോ? 9 വർഷവും കൂടെ അങ്ങോട്ട് പോവുകയാണ് എന്ന് പറയുന്ന പോലെ എക്സ് ആയിരുന്നു അപ്പുവിൻ്റെ. 9 വർഷം കഴിഞ്ഞപ്പോൾ x + 9.
പിന്നെ 9x ആയിരുന്നു അമ്മയുടെ. വീണ്ടും 9 വർഷം കഴിയുമ്പം എന്താ 9x + 9 എന്ന് വരും. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് നോക്കൂ നിങ്ങൾ. ഇവിടെ അതായത് 9x + 9 അല്ലേ, ഏജ് ഓഫ് മദർ ഈസ് ഈക്വൽ ടു ഏജ് ഓഫ് മദർ എന്ന് പറയുന്നത് എന്താ, പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താ, ഇവരുടെ അതായത് 9 വർഷം കഴിയുമ്പോൾ ഇത് 3 മടങ്ങായിട്ട് മാറുമെന്ന്. എന്താണ്, ഈഫ് വിൽ ബി 3 ടൈംസ് അപ്പൂസ് ഏജ്, 3 ടൈംസ് പറയുന്നുണ്ട്. അപ്പം അമ്മയുടെ പ്രായം 9x + 9 ഇവിടെ കിട്ടി, അതുവരെ സംശയമില്ലല്ലോ. അത് കഴിഞ്ഞ് 3 മടങ്ങായിട്ട് ഇത് 9 വർഷം കഴിയുമ്പോൾ മാറുമെന്നാണ്. അതായത് x + 9 അപ്പുവിൻ്റെ പ്രായത്തിൻ്റെ ചോദ്യം നല്ലപോലെ മനസ്സിലാക്കണേണ്ടേ. 9 വർഷം കഴിയുമ്പോൾ ഇത് 3 മടങ്ങായിട്ട് മാറും. അപ്പം x + 9 അപ്പുവിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങെന്ന് പറഞ്ഞാൽ 3 ടൈംസ് എന്നാണ് കേട്ടോ. ഈ ഒരു സ്റ്റെപ്പിന് വേണ്ടിയാണ് നമ്മൾ ഇത്രയും ചെയ്തത്. ഇതിനകത്തിൽ ഓരോന്നും എങ്ങനെ വന്നു എന്നറിയാമല്ലോ. 9x + 9 എന്ന് വെച്ചാൽ കണ്ട് ഇതാണ്. 3 എന്ന് വെച്ചാൽ നമ്മുടെ ചോദ്യത്തിൽ 3 മടങ്ങ് ആരുടെ, അപ്പുവിൻ്റെ കേട്ടോ. ഓരോന്നും നല്ലപോലെ അറിയണേ. അങ്ങനെയാണെങ്കിൽ 9x + 9 എന്ന് പറയുന്നത് എപ്പോൾ ബ്രാക്കറ്റ് തന്നാലും ബ്രാക്കറ്റിനകത്തെ ആളിനെ പോയി കാണണം. ഇത് ഇൻറ്റു ആണ്, ഇങ്ങനെ തരുന്നത് ഇൻറ്റു ആണ്. 3 × x 3x പ്ലസ് ഈ സൈനാണ് ഇടേണ്ടത് കേട്ടോ. പ്ലസ് 3 × 9 27. ഓക്കെ ആണോ ഞങ്ങളെ? ആണോ? ഇനി നോക്കിയേ, ഇവിടെ ഒരു 9x ഉണ്ട്, ഇവിടെ ഒരു 3x ഉണ്ട്, ഇവിടെ ഒരു 9 ഉണ്ട്, ഇവിടെ ഒരു 27 ഉണ്ട്. ഒന്നുകിൽ എക്സിനെ എടുത്ത് ഇങ്ങി കൊണ്ടുവരിക, അല്ലെങ്കിൽ എന്താ ഈ 9x പൊക്കി അപ്പുറത്ത് കൊണ്ടുവരിക. നമുക്ക് എന്താ എളുപ്പത്തിന് വേണ്ടി ഈ 9x അതുപോലെ എഴുതിയിട്ട് 3x എന്ന് പറയുന്നത് പോസിറ്റീവ് അല്ലേ, പ്ലസ് അല്ലേ, ഈ പ്ലസിനെ പൊക്കി ഇങ്ങി വരുമ്പം മൈനസ് ആവും കേട്ടോ. അതൊക്കെ അറിയാമല്ലോ. ഇത് സൈൻ ഒന്നും ഇല്ലെങ്കിൽ അത് പോസിറ്റീവാണ്. ഈ സമത്തിന് ഇപ്പുറം വരുമ്പോൾ അത് -x. ഇനി നമ്മളെന്താ ഈക്വൽ കഴിഞ്ഞിട്ട് എന്താണോ കിടക്കുന്നത്, ഈക്വൽ കഴിഞ്ഞിട്ട് 27 ആണ്. ഇനി ഏതിനെങ്കിലും എടുത്തുകൊണ്ട് വരേണ്ടതുണ്ട്. ഇവിടെ ഒരു +9 ഇങ്ങി വരുമ്പം -9 ആയിട്ട് മാറും. സൈൻ ഇപ്പുറം വരുമ്പോൾ സൈൻ മാറുമെന്ന് നമ്മൾ കുറേ പഠിച്ചു ഈ ചാപ്റ്ററിൽ അല്ലേ. ഈക്വലിന് അപ്പുറത്തോട്ട് പൊക്കി എടുത്തോണ്ട് വരുമ്പോൾ സൈൻ മാറും. അപ്പോൾ 9x ന്ന് 3x പോയാൽ 6x ആണ് അല്ലേ. 27 ന്ന് 9 പോയാലോ 18 ആണ്. അപ്പം x = 18/6 3 ആണ് നമുക്ക് കിട്ടുന്നത്. എക്സ് എന്ന് പറയുന്നത് അതായത് അപ്പൂസിൻ്റെ ഏജ് എന്നാണ് നമ്മൾ എക്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പുവിൻ്റെ പ്രായമല്ലേ കുഞ്ഞുങ്ങളെ എക്സ് എന്ന് പറയുന്നത്. അപ്പുവിൻ്റെ ഏജ്, അപ്പൂസ് ഏജ് 3 ആണ്. അതായത് അപ്പൂസിൻ്റെ ഏജ് എക്സ് ആണെങ്കിൽ എക്സ് എത്ര നമുക്ക് കിട്ടിയത് 3 ആണ് അല്ലേ. എക്സ് എന്ന് പറയുന്നത് 3 ആണ്. ഇനി അപ്പുവിൻ്റെ ഏജിനേക്കാൾ എത്ര 9 മടങ്ങാണ് അമ്മയുടെ പ്രായം കൂടുതൽ അല്ലേ. അപ്പം മദറിൻ്റെ ഏജ് എന്ന് പറയുന്നത് 9x ആണ് അല്ലേ. ചോദ്യം നമ്മുടെ കണ്ടേ, അപ്പുവിൻ്റെ ഏജ് എക്സ് എന്ന് പറയുന്നു, അപ്പുവിൻ്റെ അമ്മയുടെ വില 9 മടങ്ങാണ് അല്ല 9x ആണ്. അപ്പോൾ 9x എന്ന് പറഞ്ഞ എക്സിൻ്റെ വില നമുക്ക് കിട്ടി. അപ്പോൾ 9 × x എത്ര 3 ആണ്. 9 × 3 27. അമ്മയുടെ പ്രായം 27ഉം മകൻ്റെ പ്രായം 3ഉമാണ്. ഇതേലെ കണക്ക് നല്ലതുപോലെ പഠിച്ചു വെച്ചേക്കണം. നമുക്ക് അടുത്ത വർഷം ഒക്കെ വേണ്ടുന്നതാണ് കേട്ടോ. 8, 9, 10 ആൽജിബ്രിക് എക്സ്പ്രഷൻ അല്ലെ ആൽജിബ്രയിൽ ബീജഗണിത രൂപത്തിൽ ഇതുപോലെ ഒരുപാട് കണക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഒന്നാമത്തെയാണ്. ഇനി അങ്ങോട്ട് പോകുന്തോറും കട്ടി കൂടും. ഓരോന്നും മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. അടുത്ത ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം തുല്യമാണ്. ഇപ്പോൾ 50 ആൺകുട്ടി ഉണ്ടെങ്കിൽ 50 പെൺകുട്ടിയുണ്ട്, 25 ആൺകുട്ടി ഉണ്ടെങ്കിൽ 25 പെൺകുട്ടിയുണ്ട്. എണ്ണം തുല്യമാണ്. 8 ആൺകുട്ടികൾ മാത്രം വരാതിരുന്ന, നല്ലപോലെ നോക്കണം നിങ്ങൾ, 8 ആൺകുട്ടികൾ വരാതിരുന്ന എന്ന് വെച്ചാൽ ആബ്സെൻ്റ് ആണ്, മൈനസ് ആണ്. ഒരു ദിവസം ഈ ക്ലാസ്സിലെ പെൺകുട്ടികളുടെ എണ്ണം ആൺകുട്ടികളുടെ എണ്ണത്തിൻ്റെ 2 മടങ്ങായിരുന്നു. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം എത്രയാണ് എന്നാണ് കണ്ടുപിടിക്കുന്നത്. എ ക്ലാസ് ഹാസ് ബീൻ സെയിം നമ്പർ ഓഫ് ഗേൾസ് ആൻഡ് ബോയ്സ് ഓൺ എ ഡേ വെൻ 8 ബോയ്സ് വെയർ ആബ്സെൻറ്റ്. ദ നമ്പർ ഓഫ് ഗേൾസ് വാസ് ട്വൈസ് ദ നമ്പർ ഓഫ് ബോയ്സ്. വാട്ട് ആർ ദ നമ്പർ ഓഫ് ഗേൾസ് ആൻഡ് ദ നമ്പർ ഓഫ് ബോയ്സ്? ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പം നമുക്കിവിടെ എന്താണ്, ബോയ്സ് എത്ര ആണോ അത്രയും തന്നെ ഗേൾസ് എന്ന് പറയുന്നുണ്ട് ഇല്ലേ കുഞ്ഞുങ്ങളെ. നമ്പർ ഓഫ് ബോയ്സ് എത്ര ആണോ, ബോയ്സ് എത്ര ആണോ അത്രയും തന്നെ എന്താണ് ഗേൾസുമുണ്ട്.
ഗേൾസ്. അപ്പം നമുക്ക് ബോയ്സിന് നമുക്ക് എക്സ് എന്ന് പേര് കൊടുത്താൽ അത് തന്നെ ആയിരിക്കും ഗേൾസും. ഒരു മാറ്റവും നിങ്ങൾ മാറ്റണ്ട കേട്ടോ, കാരണം എന്താ അത്രയും തന്നെ ഉണ്ട് കേട്ടോ. ആൺകുട്ടികളുടെ എണ്ണം എന്നാണ് മലയാളം മീഡിയക്കാർ എഴുതുന്നത് കേട്ടോ. നമ്പർ ഓഫ് ബോയ്സ് എക്സ് ആണെങ്കിൽ പെൺകുട്ടികളുടെ എണ്ണവും എക്സ് തന്നെ കൊടുക്കുക. ഇനി ആബ്സെൻ്റ് ആയ ദിവസം എന്ന് വെച്ചാൽ വരാതിരുന്ന, ആബ്സെൻ്റ് കേട്ടോ, ആബ്സെൻ്റ് വരാതിരുന്ന ദിവസം, ആബ്സെൻ്റ് ഡേയിൽ വരാതിരുന്ന ദിവസം നോക്കണേ കുഞ്ഞുങ്ങളെ. വരാതിരുന്ന ദിവസം അന്ന് എത്ര എണ്ണം ഉണ്ട്? നമ്പർ ഓഫ് ബോയ്സ് എന്ന് പറയുന്നത് ബോയ്സ് എത്ര എണ്ണമായി? ബോയ്സ് എക്സ് എന്നാണ് നമ്മൾ പറഞ്ഞത്. വരാതിരുന്നത് 8 പേരാണ്. വരാതിരുന്നത് കൊണ്ടാണ് അവിടെ മൈനസ് വന്നത് കേട്ടോ. അധികത്തിലല്ലല്ലോ വന്നേ, ഉള്ളത് പോയതല്ലേ, വരാതിരുന്നതാണ്. അപ്പം X-8. അപ്പോഴും എന്താണ്? നമ്പർ ഓഫ് ഗേൾസ് അത്രയും തന്നെയാണ് അല്ലേ. നമ്പർ ഓഫ് ഗേൾസ് എക്സ് തന്നെയാണ്. മനസ്സിലായോ? നമ്പർ ഓഫ് ഗേൾസ് എക്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതാം? ഇത് എങ്ങനെയൊക്കെ എഴുതാൻ പറ്റുമല്ലോ. അപ്പോൾ എക്സ് ഈസിക്കൽ ടു കേട്ടോ, എക്സ് ഈസിക്കൽ ടു ഇനി എങ്ങനെ എഴുതുന്നത് അറിയോ? ആൺകുട്ടികളുടെയും അല്ലേ നോക്കി എണ്ണം അടുത്ത വരി നോക്കണേ. ഈ ക്ലാസ്സിലെ പെൺകുട്ടികളുടെ എണ്ണം ആൺകുട്ടികളുടെ എണ്ണത്തിൻ്റെ 2 മടങ്ങായിരുന്നു. ആൺകുട്ടികളുടെ എണ്ണം എന്ന് ആൺകുട്ടികളെ നമ്മൾ എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അല്ലേ, ആൺകുട്ടികളുടെ എണ്ണം പെൺകുട്ടികളുടെ എണ്ണം ആൺകുട്ടികളുടെ എണ്ണത്തിൻ്റെ 2 മടങ്ങ്. ആൺകുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് ഇവിടെ എന്തായിരുന്നു? X-8 ആണ്. പെൺകുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പം പെൺകുട്ടികളുടെ എണ്ണം നല്ലപോലെ നോക്കണേ. ആൺകുട്ടികളുടെ എണ്ണം എത്ര കുഞ്ഞുങ്ങളെ? X-8 ആണ്. നമ്മളിത് രണ്ടും കൂടെ ഒന്ന് എഴുതിയേ. ഇത് പെൺകുട്ടികളുടെ എണ്ണമാണ്, ഇത് ആൺകുട്ടികളുടെ എണ്ണമാണ്. പെൺകുട്ടികളുടെ എണ്ണത്തിനേക്കാൾ എന്താ 2 മടങ്ങ്. 2 മടങ്ങ് എന്നുള്ളതിനെ നമ്മൾ 2 എന്ന് കൊടുക്കുക. ഇതാണ് ഇത്രയേ ഉള്ളൂ സംഭവം കേട്ടോ. മനസ്സിലാവണേ. ഇത് പെൺകുട്ടികളുടെ എണ്ണമാണ് എക്സ്. X-8 എന്ന് വെച്ചാൽ ആൺകുട്ടികളുടെ എണ്ണമാണ്. ഇനി അതിൻ്റെ ഈ പെൺകുട്ടികളെക്കാൾ 2 മടങ്ങ് കൂടുതലാണ് എന്ന് പറഞ്ഞതിനാണ് ഈ 2 ഇട്ട് കൊടുത്തത് കേട്ടോ. എന്താണാണോ ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ നോക്കിയിട്ട് വേണം എഴുതാൻ. ചാടി കയറി എഴുതി വെക്കരുത്. ഈ ചോദ്യം തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതല്ല, മനസ്സിലാക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ? എക്സ് ഈസിക്കൽ ടു അല്ലേ, എക്സ് ഈസിക്കൽ 2 ഇൻറ്റു എക്സ് 2x. മുമ്പ് നമ്മൾ പറഞ്ഞു ഈ ബ്രാക്കറ്റിൻ്റെ അർത്ഥം ഇൻറ്റു എന്നാണ്. അപ്പോൾ ഈ ബ്രാക്കറ്റിൻ്റെ വെളിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ആൾ അകത്ത് പോയി കാണാം. 2 ഇൻറ്റു എക്സ് 2x മൈനസ് 2 ഇൻറ്റു 8 2 8 16. ഇവിടെ ഓക്കെ, ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഇവിടെ ഒരു 2x ഉണ്ട്, ഇവിടെ ഒരു 16 ഉണ്ട് അല്ലേ. അപ്പോൾ നോക്കിയേ, എക്സിനെ ഒന്നുകിൽ ഇപ്പുറത്ത് കൊണ്ടുവരിക അല്ലെ 16നെ എടുത്ത് ഇപ്പുറത്ത് കൊണ്ടുവരിക. നമുക്ക് 16നെ ഇപ്പുറത്ത് കൊണ്ടുവരിക. ഇവിടെ -16 ആണ്, അത് ഇപ്പുറത്ത് വന്നപ്പോൾ +16നെ ഈസിക്കൽ ടു 2x ഈക്വൽ കഴിഞ്ഞിട്ട് എന്താണോ കിടക്കുന്നത് അത് അതുപോലെ എഴുതുക. എക്സ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്, ഇവിടെ വന്നപ്പോൾ നെഗറ്റീവായി. അപ്പോൾ 16 ഈസിക്കൽ ടു 2x ന്ന് 1x പോലെ എത്ര കുഞ്ഞുങ്ങളെ? അതായത് 1x അല്ലേ പ്ലസ് അടുത്ത എക്സ്. ഇതിൽ നിന്ന് 2x ഉണ്ട്. ഈ 2x നിന്ന് 1x അങ്ങ് പോയി കഴിഞ്ഞാൽ ബാക്കി എന്താ? 1x ഉള്ളൂ. അതൊക്കെ അറിയണേ. എക്സ് അപ്പോൾ 16 ആണ് എക്സ് വന്നത് കേട്ടോ. എക്സ് എന്ന് പറയുന്നത് 16 ആണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ സ്റ്റെപ്പിൽ എങ്ങനെ എഴുതും? നമ്പർ ഓഫ് ബോയ്സ് എന്ന് പറയുന്നത് ബോയ്സ് എന്ന് പറയുന്നത് എക്സ് നമുക്ക് കിട്ടി. എത്ര? 16 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഗേൾസ് പെൺകുട്ടികളുടെ എണ്ണം എന്താ? അതും എക്സ് ആണ്. 2 ഈക്വൽ ആണെന്ന് പറഞ്ഞായിരുന്നു അല്ലേ. ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്ന് തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 2ഉം 16 കിട്ടി. എന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങളെ? ഇവിടെ ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം തുല്യമാണ്. അപ്പോൾ അത് രണ്ടും നമ്മൾ എക്സ് എന്ന് കൊടുത്തു. 8 ആൺകുട്ടികൾ. അപ്പം വരാത്ത ദിവസത്തിൽ ആൺകുട്ടികളാണ് വരാതിരുന്നത് -8. പെൺകുട്ടികൾ അപ്പോഴും എക്സ് ആണ്. അപ്പം നമ്മൾ ഇത് നോക്കി, എക്സ് ഈസിക്കൽ ടു 2 മടങ്ങ് കൂടുതൽ എന്നുള്ളതിൻ്റെയാണ് ഈ 2 വന്നത്. ബ്രാക്കറ്റ് വന്നതിൻ്റെ അർത്ഥം ബ്രാക്കറ്റിനകത്തിലെ പോയി കാണുക. അപ്പം നമുക്ക് 16 കിട്ടും. ഈ 16 തന്നെ ആയിരിക്കും എന്താ? ഗേൾസും. കാരണം ആദ്യമേ പറയുന്നുണ്ട് 2ഉം ഒരുപോലെയാണ് കേട്ടോ. ഓക്കെ, അടുത്ത 3ാമത്തെ ചോദ്യം. ഇത് ഇച്ചിരി വലിയ ക്വസ്റ്റ്യനുകളാണ് കേട്ടോ, നല്ലപോലെ പഠിക്കണം. ഇൻ എ ക്ലാസ് ഓഫ് ഗേൾസ് ആൻഡ് ബോയ്സ് 50% ഓഫ് ദ ചിൽഡ്രൻസ് ആർ നല്ലപോലെ നോക്കണേ ആർ ഗേൾസ്. വെൻ 10 more girls
were admitted to the class. These become 60%. How many children were in the class at first? അതായത് ആൺകുട്ടികളും പെൺകുട്ടികളും ഉള്ള ഒരു ക്ലാസ്സിൽ, ആൺകുട്ടികളും പെൺകുട്ടികളും ഉള്ള ഒരു ക്ലാസ്സിൽ 50% പെൺകുട്ടികളാണ്. രണ്ടുപേരും ഉള്ള ക്ലാസ്സിൽ 50% പെൺകുട്ടികളാന്ന് വെച്ചാൽ എന്താവും നിങ്ങളെ മൊത്തം ശതമാനം എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾ ഓർത്തോണം 100 100ൽ 100 എന്ന് നമ്മൾ പറയത്തില്ലേ, 100ൽ 100 എന്ന് വെച്ചാൽ ഫുള്ള് കേട്ടോ. ശതമാനം എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾ എന്തോ ഓർത്തണം 100. അപ്പോൾ അതിൽ 50% എന്ന് വെച്ചാൽ എന്താ, പകുതി പേരും പെൺകുട്ടികളാണ്, പകുതി ആൺകുട്ടികളും പകുതി പെൺകുട്ടികളുമാണ്. ഇനി നോക്കിയേ, 10 പെൺകുട്ടികൾ കൂടി വന്നപ്പോൾ 50% പെൺകുട്ടികളായിട്ട് വീണ്ടും ഒരു 10% കൂടെ കൂടി വന്നപ്പോൾ പെൺകുട്ടികളുടെ എണ്ണം 60%. അത് ശരിയാണല്ലോ, പകുതി എന്ന് വെച്ചാൽ 50 വീണ്ടും അതിൻ്റെ കൂടെ 10 കൂടെ കൂട്ടിയപ്പോൾ 60 അല്ലേ. ക്ലാസ്സിൽ ആദ്യം എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇത് ഇച്ചിരി വലിയൊരു കണക്കാണ്, നല്ലപോലെ നോക്കണേ. അപ്പം ഇവിടെ നോക്കൂ നിങ്ങളിവിടെ നമ്പർ ഓഫ് ഗേൾസ് അല്ലേ, പെൺകുട്ടികൾ എത്ര ഉണ്ടെന്നാണ് പറഞ്ഞത്, നമുക്കറിയത്തില്ല. 50% എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എത്രയാണെന്ന് നമുക്കറിയത്തില്ല, നമ്മളതിന് എക്സ് എന്ന് കൊടുത്തു കേട്ടോ. ഇനി നമ്പർ ഓഫ് ബോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൺകുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് എന്താ, എക്സിൻ്റെ 50%. എക്സ് എന്ന് പറയുന്നത് എന്താ, പെൺകുട്ടികളും ആൺകുട്ടികളും ഒരേ ക്ലാസ്സിൽ 50% പെൺകുട്ടികളാണ് കേട്ടോ. 50% പെൺകുട്ടികളാണ്. അപ്പോൾ ബാക്കി 50% ആരായിരിക്കും, ആൺകുട്ടികളാണ്. 50% ഓഫ് എക്സ്. ബാക്കി എക്സ് എന്ന് പറയുന്നത് ഗേൾസ് ആണ്, അതിൻ്റെ ബാക്കി 50% ബോയ്സ് ആണ്. ഈ ശതമാനം എന്ന് കേൾക്കുമ്പോഴേ ഓർത്തുണ്ടേ, 50% ഓഫ് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ എഴുതും, ഓഫ് എന്ന് വെച്ചാൽ ഇൻറ്റു ആണ് കേട്ടോ, ഓഫ്. അപ്പം നമുക്ക് അതിനെ എങ്ങനെ എഴുതാം കുഞ്ഞുങ്ങളെ, എക്സ് ഇൻറ്റു ഓഫ് എന്ന് വെച്ചാൽ ഇൻറ്റു ആണ്. മുമ്പ് നമ്മൾ പറഞ്ഞു പെർസെൻറ്റേജ് എന്ന് കേൾക്കുമ്പോഴേ 100 ഓർത്തോണം. ഇപ്പോൾ 5% എന്ന് വെച്ചാൽ അതെങ്ങനെ എഴുതും, 5/100 എന്നാണ് എഴുതേണ്ടത്. 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10/100 എന്നാണ് എഴുതേണ്ടത് കേട്ടോ. ശതമാനം പെർസെൻറ്റേജിൻ്റെ പാഠം കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. പെർസെൻറ്റേജ് അല്ലെ ശതമാനം എന്ന് കേൾക്കുമ്പോഴേ തന്നിരിക്കുന്ന സംഖ്യ ബൈ 100 അത് ഓർത്തോണേ. അപ്പോൾ ഇവിടെ നോക്കി, എക്സ് ഇൻറ്റു 50/100, എക്സ് ഇൻറ്റു നോക്കിക്കേ, ഈ പൂജ്യം മേളിൽ കിടക്കുന്ന പൂജ്യത്തിന് താഴെ കിടക്കുന്ന 0 വെട്ടിപ്പാം. അപ്പം നമ്മൾ എക്സ് ഇൻറ്റു 5x/10 വേണം ഇങ്ങനെ എഴുതാം കേട്ടോ. അപ്പോൾ എങ്ങനെ എഴുതാം, 10നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര നിങ്ങൾ 2 അപ്പോൾ നമുക്ക് 2x കുറച്ചുകൂടെ ഇതായിട്ട് പറഞ്ഞതാണ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, മുമ്പ് നമ്മൾ ആ പറഞ്ഞ രീതിയിൽ ഓറിട്ടിട്ട്, അതായത് നമ്പർ ഓഫ് ബോയ്സ് എന്നുള്ളത് എക്സ് എന്ന് എഴുതാം കേട്ടോ. നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുന്നതിന് എക്സ് എന്ന് എഴുതാം. അപ്പോൾ ഇത് രണ്ടും കൂടി എത്ര ആവും, അതായത് എക്സ് പ്ലസ് എക്സ് ഈസിക്കൽ ടു 2x. ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് വേണമെങ്കിൽ ഇതിനെ പറയാം കേട്ടോ. ഇതിൽ രണ്ടിൽ ഇതിപ്പം കുറച്ചുകൂടെ എന്ന് വെച്ചാൽ പെർസെൻറ്റേജ് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത് കേട്ടോ. ഇത്രയും ഓക്കെ ആണല്ലോ 2x. ഇനിയും അവർ പറഞ്ഞ എന്താണെന്നറിയോ, 10 അതായത് വെൻ 10 more girls were admitted to the ക്ലാസ് അല്ലേ, അതായത് 10 പെൺകുട്ടികൾ കൂടി വന്നപ്പോൾ എങ്ങനെ എഴുതും, അതായത് ആഫ്റ്റർ 10 more girls 10 കുട്ടികൾ അഡ്മിറ്റ് ചെയ്തു അല്ലേ, അഡ്മിറ്റഡ്. 10 കുട്ടികൾ അധികം വന്നപ്പോൾ അവർക്ക് എന്തെല്ലാം മാറ്റങ്ങളുണ്ടായി, നമ്പർ ഓഫ് ഗേൾസ് എത്ര വന്നു, നമ്പർ ഓഫ് ഗേൾസ് പെൺകുട്ടികൾ എത്ര കുഞ്ഞുങ്ങളെ 10 കൂടെ അധികം വന്നു. പെൺകുട്ടികൾ എത്രയായിരുന്നു, എക്സ് ആയിരുന്നു, അതിൻ്റെ കൂടെ എന്താ 10 കൂടി അധികം വന്നത് കൊണ്ട് എന്ന് വെച്ചാൽ അഡീഷണൽ അഡ്മിറ്റ് ആയതുകൊണ്ടാണ് പ്ലസ് വന്നത്. ചുവടാണ് നമുക്ക് ആ കുറയ്ക്കുവാതോ കൂട്ടുവാതോ എന്നുള്ളത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ബോയ്സ് എത്ര ആയിരിക്കും, എക്സേ ഉള്ളൂ, അവർക്ക് ഒരു മാറ്റവും വന്നില്ല, ഗേൾസിനാണ് മാറ്റം വന്നത് കേട്ടോ. അപ്പോൾ ഇനി എന്ത് ചെയ്യും, ഇത് ടോട്ടൽ മൊത്തം എത്ര വരും, എക്സ് ഈ എക്സും പ്ലസ് ഈ എക്സ് പ്ലസ് 10 കൂടെ കൂട്ടണം കേട്ടോ. എക്സും 2x പ്ലസ് 10 കണ്ടോ. അപ്പോൾ ആദ്യമേ നമ്മൾ എത്ര കിട്ടി, പെർസെൻറ്റേജ് വെച്ചപ്പോൾ 2x, പിന്നെ ഈ 10 പേരൂടെ അധികം വന്നപ്പം 2x പ്ലസ് 10 എന്ന് വന്നു. 2x ഓൾറെഡി ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങളെ,
10 പേരൂടെ അധികം വന്നപ്പം അതിൻ്റെ കൂടെ +10 കൂടി അധികം വന്നു. അതാണ് ഈ ഇത്രയും നമ്മൾ ഇച്ചിരി കാര്യമായിട്ട് അങ്ങ് എഴുതി വെക്കുന്നത് അല്ലേ. ഇനി അതിനെ പെർസെൻറ്റേജിലോട്ട് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നോക്കണേ, പെർസെൻറ്റേജിലോട്ട് മാറ്റി നമുക്ക് ചെയ്യാം. പെർസെൻറ്റേജ് ഓഫ് ബോയ്സ് എത്ര കുഞ്ഞുങ്ങളെ? ഗേൾസ് എത്ര എന്നാണ് പറഞ്ഞത്? 100-ൽ 60% ഗേൾസാണ്. നമ്മൾ പെർസെൻറ്റേജ് മുമ്പ് പറഞ്ഞു 100-ലാണ് പെർസെൻറ്റേജ് എടുക്കുന്നത്. അതിൽ 60% ആരാ? ഗേൾസായി അല്ലേ. അപ്പം 100-ൽ നിന്നും ആ 60 അങ്ങ് പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര? 40% ഉള്ളൂ. ആരാ? ബോയ്സ്. കേട്ടോ, ബോയ്സ് എത്ര? 40%. പെർസെൻറ്റേജ് നമ്മൾ കാണുന്നത് 40/100 എന്നാണ് കേട്ടോ. അപ്പം നമ്മൾ അതിനെ എങ്ങനെ എഴുതും? പെർസെൻറ്റേജ് 40 കിട്ടി. 40/100 നമ്പർ ഓഫ് ബോയ്സ് ഡിവൈഡ് ടോട്ടൽ. ഇങ്ങനെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമ്പർ അപ്പോൾ എങ്ങനെ എഴുതാം? 40/100. ഇതൊക്കെ എങ്ങനെയാണ് വന്നതെന്ന് അറിയാതെ പെർസെൻറ്റേജിന് എപ്പോൾ കണ്ടാലും എത്ര ആണോ നമ്മളോട് പെർസെൻറ്റേജ് ചോദിക്കുന്നത് അതേ ഡിവൈഡ് 100. മേലിലും താഴെയും 0 ഉണ്ടെങ്കിൽ വെട്ടിക്കളയുക കേട്ടോ. ബാക്കി എത്ര വന്നത്? 4/10. ഇതിനെ കുറച്ചുകൂടെ ചെറുതാക്കി എഴുതിയാലോ? 4-ൻ്റെ പകുതി 2ആണ്, 10-ൻ്റെ പകുതി 5ആണ് കേട്ടോ. ഏറ്റവും ചെറിയ രീതിയിലോട്ട് മാറ്റിയപ്പോൾ നമുക്ക് 2/5 കിട്ടി. ഇനി ഇതിനെ എങ്ങനെ ചെയ്യും നോക്കിക്കേ. നമുക്ക് 2x + 10 കിട്ടി, 2x കിട്ടി, 2/5 കിട്ടി, ഇങ്ങനെ പലതും കിട്ടി അല്ലേ. എങ്ങനെയാണെന്നറിയാമോ? എക്സ് എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ഗേൾസ് അല്ല, എക്സ് എന്തായിരുന്നു? നമ്പർ ഓഫ് ബോയ് ആണല്ലേ. നമ്പർ ഓഫ് ബോയ് എത്ര? നമ്പർ ഓഫ് ബോയ്സ് എന്ന് പറയുന്നത് എക്സ് ആണ് അല്ലേ, ബോയ്സ്. അപ്പം നമ്മളെങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ? ഇവിടെ എക്സ് ബൈ ടോട്ടൽ എത്ര നമുക്ക് കിട്ടിയ? 2x + 10 ഈസിക്കൽ ടു ഇപ്പോൾ കിട്ടിയ 2/5. ഇത് നല്ലപോലെ അറിയണേ. എക്സ് എന്ന് പറയുന്നത് നമ്മുടെ എണ്ണമാണ്, നമ്പർ ഓഫ് എത്ര ഗേൾസ് അല്ലേ, പെൺകുട്ടികളുടെ എക്സ് ആണ്. പിന്നെ 2x ടോട്ടലാണ്. 2/5 എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് കിട്ടിയതാണ്. ഇനി ഞാൻ ബോയ്സോ ഗേൾസോ എല്ലാം തെറ്റിയിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടിത് നമ്പർ ഓഫ് ബോയ്സ് എന്ന് പറയുന്നത് എക്സ് ആണ്, നമ്പർ ഓഫ് ഗേൾസ് എന്ന് വെച്ചാൽ x + 10 ആണ് കേട്ടോ. അപ്പം നമ്പർ ഓഫ് ബോയ്സ് എന്ന് പറയുന്നത് എക്സ്, ഈ എക്സ് ആണ്. ടോട്ടൽ എന്ന് പറയുന്നത് 2x + 10 ആണ്. ഇപ്പം നമുക്ക് കിട്ടിയ ഏതാ? പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 2/5 ആണ്. ഇനി നോക്കിയേ, ഡിഫറൻറ്റ് ഡിനോമിനേറ്റർ ആണെങ്കിൽ നമുക്ക് എന്താ കുഞ്ഞുങ്ങളെ? ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാം കേട്ടോ. ഇത് നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിലും ചെയ്യാൻ, കുറച്ചുകൂടി എളുപ്പം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഡിഫറൻറ്റ് ഡിനോമിനേറ്റർ വന്നാൽ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാം, കാരണം ഇതല്ലാതെ നിങ്ങൾക്ക് പാടാം. അതുകൊണ്ട് എന്താ? എക്സിനെ 5 കൊണ്ട് ഇൻറ്റു ചെയ്യുക കേട്ടോ. എക്സിനെ 5 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ എന്താ? x × 5 5x കേട്ടോ, ഈസിക്കൽ ടു. അപ്പോൾ അത് കഴിഞ്ഞു. ഇതിനെ ഇതുകൊണ്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിനെ ഇങ്ങോട്ട് ഏതാ? 2 × 2x + 10. ബ്രാക്കറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏതാ? ഇങ്ങനെ ബ്രാക്കറ്റിനകത്തിലെ ഓരോരുത്തരെയും പോയി കാണണമെന്ന് ഏത് കണക്ക് വന്നാലും. 2 × 2x 4x ആണ്, 2 × 10 20 ആണ്. അപ്പോൾ 5x = 4x + 20 വരും അല്ലേ. അപ്പം കുറച്ചുകൂടെ എളുപ്പത്തിന് വേണ്ടി ഈ എക്സ് കൊണ്ടല്ല, രണ്ടിനെയും കൂടി ഈ എക്സിനെയും കൂടി ഇങ്ങ് കൊണ്ടുവരാം. അപ്പം -4x ആയി കേട്ടോ, ഈസിക്കൽ ടു 20. 5xൽ നിന്ന് 4x അങ്ങ് പോയി കഴിഞ്ഞാൽ ബാക്കി പിന്നെ ഒരു എക്സേ ഉള്ളൂ. x ഈസിക്കൽ ടു 20. ഇതാണ്. അപ്പോൾ ആകെ കുട്ടികൾ എത്ര? ആകെ കുട്ടികൾ എന്നുള്ളതിനെ നമ്മൾ 2x എന്നാണ് പറഞ്ഞില്ലേ. അതുകൊണ്ട് ഇവിടെ 2x ആണ്. അപ്പം 2x 2 × x എത്ര? x ഇപ്പം നമുക്ക് കിട്ടിയ 20. അപ്പോൾ ആൻസർ 40. ഇതൊക്കെ നല്ലതുപോലെ ചെയ്ത് പഠിക്കണം. ഞാൻ ഈ എഴുതിയേക്കുന്ന എന്നാലും മലയാളത്തിലാവും നിങ്ങളെല്ലാം പറഞ്ഞു തന്നത്. നിങ്ങൾക്കിത് ഡൗട്ട് വരല്ലേ. 1-2 വട്ടം, ഒറ്റയടിക്ക് എന്തായാലും മനസ്സിലാകത്തില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 1-2 വട്ടം ഇത് ചെയ്ത് പഠിക്കണം കേട്ടോ, ചെയ്ത് പഠിക്കണം. കാരണം ഡിഫറൻറ്റ് ഡിനോമിനേറ്റർ വന്നിട്ടുണ്ട്, പെർസെൻറ്റേജ് വന്നിട്ടുണ്ട് കേട്ടോ, ഒരുപാട് ട്വിസ്റ്റ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒറ്റയടിക്ക് ഇതാരും പഠിക്കാമെന്ന് വിചാരിക്കേണ്ട, നല്ലതുപോലെ ചെയ്ത് പഠിക്കുന്നവർക്കേ ഇത് ശരിയാവത്തുള്ളൂ കേട്ടോ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അടുത്ത ഒരെണ്ണം കൊണ്ടുണ്ടോ നിങ്ങളെ നോക്കിയേ. Another problems from 4th mark. Some lotus flowers have bloomed in a pond. A flock birds sat on the flowers to rest.
From one bird sat on each flower, but one bird did not have a flower to sit. Then two birds sat on each flower, and there was one flower extra. How many lotus are how many birds? ഒരു പഴങ്കണക്കാവും നിങ്ങളെ ഇത് പറയുന്നത്. ഒരു പഴയ ഫോൾക്ക് മാത്തം എന്ന് പറയും കേട്ടോ, പഴയ കണക്ക്. ഒരു കുളത്തിൽ താമരപ്പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നു. ഒരു കുളത്തിലാണ് താമരയുടെ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുക. അങ്ങ് വിരിഞ്ഞോട്ടെ. പണ്ടൊക്കെ പടം വരയ്ക്കാൻ പറയുമ്പോൾ ആദ്യം വരയ്ക്കുന്നത് നമ്മൾ താമര ഇല്ലയോ? താമരയായിട്ടൊന്നും തോന്നുന്നില്ലെങ്കിൽ കേട്ടോ. ഓക്കെ, ഒരു കുളത്തിൽ താമരപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു. പറന്നെത്തിയ ഒരു കിളിക്കൂട്ടമാണ്. പറന്നെത്തിയ കിളിക്കൂട്ടം കേട്ടോ. എല്ലാവരും ഇവിടെ പറന്ന് വരുക, ഒരെണ്ണമായിട്ടല്ലല്ലോ, എല്ലാവരും കൂടി വരുന്നത്. ഓക്കെ, കിളിക്കൂട്ടം ക്ഷീണമകറ്റാൻ വേണ്ടി ഈ പൂക്കളിൽ വന്ന് ഇരിക്കുന്നു. ഒരു താമരയിൽ ഒരു കിളി വീതവും നിങ്ങളെ വന്നിരിക്കുന്നത്. ഒരു താമരയിൽ ഒരു കിളി വീതമാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഒരു താമരയിൽ ഒരു കിളി വീതം വന്നിരുന്നപ്പോൾ ഒരു കിളിക്ക് ഇടമില്ലാതായി. ഇപ്പം 2 കിളിയാണ് വന്നെങ്കിൽ ഇവിടെ 2 താമര ഉണ്ടായിരുന്നു. 2 താമരയിലും കൂടെ ഓരോ കിളി വന്നിരുന്നപ്പം അപ്പോൾ ഒരു കിളി ഇവിടെ ഏറി നിൽക്കുക, അതിനിരിക്കാൻ സ്ഥലമില്ല. സംഭവം മനസ്സിലാക്കണേ. 2 താമരപ്പൂവേ ഉള്ളെങ്കിൽ 3 കിളിയായിരുന്നു വന്നത്. കാരണം എന്താ, 2-ൽ ഓരോന്നിരുന്നപ്പോൾ ഒരെണ്ണം ആ ഏറി നിൽക്കുന്നതിൽ അതിനിരിക്കാൻ സ്ഥലമില്ല. എന്നാൽ എന്താ, 3 താമരപ്പൂവാണെങ്കിൽ 3 താമര പൂ നിപ്പുണ്ടെങ്കിൽ എന്താ, ഇവിടെ നല്ലപോലെ നോക്കണേ കുഞ്ഞുങ്ങളെ. ഒരു താമരയിൽ ഒരു കിളി വീതം ഇരുന്നപ്പോൾ ഒരു കിളിക്ക് ഇടമില്ലാതായി. എന്നാൽ ഒരു താമരയിൽ 2 കിളികളായിട്ട് ചേർന്നിരുന്നപ്പോൾ ഒരു താമരയിൽ ഇനി 2 എണ്ണമായിരുന്നെങ്കിലോ, ഈ താമരയിൽ 2 എണ്ണം ഇരിപ്പുണ്ട്, ഈ താമരയിലും 2 എണ്ണം ഇരിപ്പുണ്ട്. ഒരു താമരയിൽ ഇരുകിളികളായി ഇരുന്നപ്പോൾ ഒരു താമരയപ്പം ഈ താമരയിൽ ഇരിക്കാൻ ആളില്ല. ഒരു താമരയപ്പം അധികമായി. താമര എത്രണ്ണമുണ്ട്, കിളികൾ എത്രണ്ണമുണ്ടെന്ന് കണ്ടുപിടിക്കാൻ നല്ല എളുപ്പമല്ലേ ഇല്ലയോ? അപ്പം നിങ്ങളുടെ കിളി പറന്നു പോയോ നിങ്ങളെ? സൈഡിൽ കൂടെ കിളി വല്ലതും പറന്നു പോകുന്നുണ്ടോ? അതായത് ഒരു കുളത്തിൽ കുറേ താമരപ്പൂ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുക. നമുക്ക് എണ്ണയാ തീരാത്തോളം ഇങ്ങനെ നിൽക്കുക. കുറേ കിളികൾ മുകളിൽ നിന്നും പറന്ന് വരിക. അപ്പം ഓരോന്നും ഓരോ പൂക്കളിൽ വന്നിരുന്നു. അപ്പോൾ ഒരു താമരയ്ക്ക് ഒരു കിളി വീതം ഇരുന്നപ്പോൾ, ഒരു താമരയിൽ ഓരോ കിളി വീതം ഇരുന്നപ്പോൾ ഒരു കിളിക്കിരിക്കാൻ സ്ഥലമില്ല. മനസ്സിലായേ? എല്ലാത്തിലും വന്നിരിക്കുക. എത്ര ഉണ്ടെന്ന് അറിയത്തില്ല. എല്ലാത്തിലും ഇരുന്നപ്പോൾ ഒരെണ്ണത്തിന് ഇരിക്കാൻ സ്ഥലമില്ല. അതായത് ഒരെണ്ണം എയറിലാണ്. അടുത്തത് കൂട്ടം കൂട്ടമായിട്ട് വന്നിട്ട് ഒരു താമരയിൽ 2 കിളി വീതം ഇരിക്കാൻ തുടങ്ങി കുഞ്ഞുങ്ങളെ. ഒരു പൂവിനകത്തിൽ 2 കിളി വന്നിരുന്നു. ഒരു താമര അപ്പം എന്ത് ചെയ്തു, അധികമായി. ഒന്നിലിരിക്കാൻ ആളില്ലാതായി. മനസ്സിലായോ? അപ്പോൾ ഇവിടെ താമര എത്ര ഉണ്ട്, കിളി എത്ര ഉണ്ടെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. മൊത്തത്തിൽ കിളി പോയി അല്ലേ. നമ്പർ ഓഫ് ഫ്ലവേഴ്സ്, പൂക്കൾ എത്ര നമുക്കറിയത്തില്ല. നമ്പർ ഓഫ് ഫ്ലവേഴ്സ്, പൂക്കളുടെ എണ്ണം നമുക്കറിയില്ല, X. പക്ഷേ നമ്പർ ഓഫ് ബേഡ്സ്, അപ്പോൾ നോക്കൂ കുഞ്ഞുങ്ങളെ, നമ്പർ ഓഫ് ബേഡ്സ്, അപ്പം പക്ഷികളുടെ എണ്ണം അപ്പം എന്താ, എല്ലാത്തിലും വന്നിരുന്നപ്പോൾ 1 അധികം ഉണ്ടായിരുന്നു. നല്ലപോലെ അറിയണേ. എല്ലാത്തിലും വന്നിരുന്നപ്പോൾ ആദ്യമേ തന്നെ ഒരെണ്ണം അധികം ഉണ്ടായിരുന്നു. അത് നല്ലപോലെ അങ്ങ് നോക്കണേ. ഫസ്റ്റ് നമ്മുടെ കഴിഞ്ഞു. ഇനിയോ രണ്ടാമത്തെയോ? 1 അധികം വന്നു. ഏതാ? ബേഡ്സ് ഒരെണ്ണം അധികം വന്നു. ഇനി 2 ബേഡ് വെച്ചാൽ ഇരുന്നപ്പോൾ 2 ബേഡ്സ് സാറ്റ് ഓൺ ഈച്ച് ഫ്ലവർ. ഈ 2 എണ്ണം വെച്ചാണ് ഇരുന്നതെങ്കിൽ ഒരു ഫ്ലവർ, 1 ഫ്ലവർ, ഒരു പൂ അധികം വന്നു. ഇതാണ് നമ്മുടെ ചോദ്യം. കറക്റ്റ് അല്ലേ? മനസ്സിലായോ? ഇതാണ് ചോദ്യം. അപ്പം നമ്മൾ എന്താ പറയുക, നമ്പർ ഓഫ് ബേഡ്സ് അല്ലേ, പൂവിൻ്റെ എണ്ണത്തിൽ നിന്നും 1 കുറച്ചാൽ, മനസ്സിലായോ? പൂവിൻ്റെ എണ്ണം ഇവിടെ X ആണ് പറഞ്ഞത്. പൂവിൻ്റെ എണ്ണത്തിനെ നമ്മൾ X എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് എന്താ, ഒരു 1 കുറച്ചപ്പോൾ X-1, മനസ്സിലായോ? X- എണ്ണ 1 കുറച്ചാൽ, നമ്പർ ഓഫ് ബേഡ്സ് ആണേ, X കുറച്ചപ്പോൾ X കുറച്ച് X കുറച്ചു. X കുറച്ചെന്ന് വെച്ചാൽ 1 കുറച്ചു. X അല്ലല്ലോ, 1 കുറച്ചു. 2 ബേഡ്സ് സാറ്റ് 2 എണ്ണം വീതം ഇരിക്കുമ്പം ഒരു പൂവ് അധികമാണ് അല്ലേ? മനസ്സിലായോ? അല്ലാതാവുമ്പോഴോ ഒരു കിളി എയറിലാണ്, ഒന്നിനിരിക്കാൻ സ്ഥലമില്ല അല്ലേ? ഒന്നിലിരിക്കാൻ സ്ഥലമില്ല, അപ്പോൾ അതിനിരിക്കുന്നില്ല. X-1 എന്ന് കൊടുക്കുക. ഇനിയോ അല്ലാതാണെങ്കിലോ ഒരു താമരയിൽ 2 കിളികളായി ഇരുന്നപ്പോഴോ
ഒരെണ്ണം അപ്പോഴും എന്താ ഇരികളായിരുന്നപ്പോൾ ഒരു താമര അധികമായി. കേട്ടോ, അത് നല്ലപോലെ ഒന്ന് മനസ്സിലാക്കണേ. നമ്മൾ പൂവിനെയാണ് എക്സ് എന്ന് പറഞ്ഞത്. എത്ര പൂക്കളുണ്ടോ അതിൽ നിന്നും ഒന്ന് കുറച്ചാൽ മതി അല്ലേ. എത്ര പൂക്കളുണ്ടോ അതിൽ നിന്നും ഒന്ന് കുറയ്ക്കുക എന്നുള്ളതിനെയാണ് നമ്മൾ x-1. ഇനിയോ അല്ലാതാണെങ്കിലോ എങ്ങനെ വരും? 2x-1 എന്ന് വരും അല്ലേ. രണ്ടെണ്ണം വീതമാണെങ്കിലോ, രണ്ടെണ്ണമാണെങ്കിൽ ആ രണ്ടാണ് ഇത് കേട്ടോ, x-1 എന്നും വരും. ഇതിനെ നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ. ഒന്നാമത്തത് x+1 ബേർഡ്സ് എത്രയാണ് ഇത് നല്ലപോലെ, ഇതൊരു വെറൈറ്റി കണക്കാണ് കേട്ടോ. നല്ലതുപോലെ അങ്ങ് പഠിക്കണം കേട്ടോ, മനസ്സിലാക്കി തന്നെ പഠിക്കണം. എന്നിട്ട് ഈ ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും കൂടി എന്ത് ചെയ്താൽ മതി? കൂട്ടിയാൽ മതി കേട്ടോ. ഇക്വേഷൻ 1 നമ്പർ ഓഫ് ബേർഡ്സ് ഒന്ന് കൂടിയപ്പോൾ, ഇത് ഒന്ന് കുറഞ്ഞപ്പോൾ കേട്ടോ. ഒന്ന് കൂടിയതും ഒന്ന് കുറഞ്ഞതും എഴുതി. അപ്പം നോക്കിക്കേ, x+1 ആയിരുന്നു ഒന്ന് കൂടിയത് അല്ലേ. അത് കഴിഞ്ഞിട്ട് രണ്ടെണ്ണം വീതം വന്നപ്പോഴോ 2x-1 ഇത് രണ്ടും വെച്ചാണ് ഇനി നമ്മൾ ചെയ്യുന്നത്. അപ്പം x+1 ഇതൊക്കെ വന്ന എങ്ങനെയാണെന്ന് അറിയാം. ഈ രണ്ടെന്ന് വെച്ചാൽ എന്താ, രണ്ട് പൂവിൽ ഈ രണ്ടെണ്ണം വെച്ച്, അല്ല ഒരു പൂവിൽ രണ്ടെണ്ണം വെച്ചെന്നുള്ളതിൻ്റെ ആ രണ്ട് വന്നു കേട്ടോ. 2 × x 2x ആണ്, -2 × 1 2 ആണ്. പിന്നെ ഇനി നമുക്ക് എന്താ, ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഇവിടെ ഒരു 1 ഉണ്ട്. ഒന്നുകിൽ ഇതിനെ ഇപ്പുറത്ത് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഇതിനെ ഇപ്പുറത്ത് കൊണ്ടുവരാം. അപ്പോൾ എന്താ 1 ഈ -2നെ പൊക്കി ഇപ്പുറത്ത് കൊണ്ടുവരാം. നമുക്ക് 2 = 2x. ഇവിടെ എക്സ് പോസിറ്റീവ് ആണെങ്കിൽ വരുമ്പോൾ നെഗറ്റീവ് ആവും. അപ്പം 2 1 3 = 2x എന്ന് ഒരു എക്സ് പോയാൽ എക്സ്. അപ്പം നമുക്ക് എന്ത് കിട്ടി? ഓക്കെ, ഞങ്ങൾ എക്സ് എന്ന് പറയുന്നത് 3 കിട്ടി. അതായത് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, നമ്പർ ഓഫ് ഫ്ലവർ ആണ് എക്സ്. നമ്പർ ഓഫ് ഫ്ലവർ ആണ് എക്സ് അല്ലേ. ഫ്ലവർ ആണ്, പൂക്കളുടെ എണ്ണമാണ് ഇവിടെ എക്സ് എന്ന് പറഞ്ഞത്. എക്സ് എന്ന് വെച്ചാൽ എന്താ, 3 അല്ലേ. എക്സ് എന്ന് വെച്ചാൽ ഇവിടെ 3. അപ്പം നമ്പർ ഓഫ് ബേർഡ്സോ അതിൻ്റെ കൂടെ ഒന്ന് കൂടുതലല്ലേ, പൂവിനേക്കാൾ ഒന്ന് കൂടുതലാണ് അല്ലേ നമ്പർ ഓഫ് ബേർഡ്സ്. ഇതൊരു ഇച്ചിരി കൊനഷ്ട, നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല കുഞ്ഞുങ്ങളെ. എല്ലാവരും വിശ്വാസത്തിൻ്റെ പുറത്താണല്ലോ. ഇതിൽ നിന്നും ഒന്ന് കൂടുതലാണ്, അതാണ് 3 1. അതായത് ബേർഡ്സ് എന്താ x+1 ആണ്. എക്സ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടി 3, x+1 ആണ് ബേർഡ്സ്. അപ്പോൾ എക്സിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയപ്പോൾ 4. ഇത് നല്ലതുപോലെ അങ്ങ് പഠിക്കണം കേട്ടോ. ഇതേലെ കണക്ക് ഈ ഒരെണ്ണേ വന്നിട്ടുള്ളൂ ഒരു ഇച്ചിരി തലവേന പിടിച്ചത്. മനസ്സിലായവർക്ക് അത് എളുപ്പമാണ്, ഇല്ലാത്തവർ ബാക്കിയുള്ള എല്ലാം അങ്ങ് പഠിക്കും കുഞ്ഞുങ്ങളെ. ഇത് അവസാനം നോക്കായിരുന്നു അത് കേട്ടോ, അല്ലെ നിങ്ങളുടെ കിളി പറന്ന് പോകുന്ന എനിക്ക് തോന്നുന്നത് കേട്ടോ. മനസ്സിലായവർക്ക് എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ തീർന്നു കുഞ്ഞുങ്ങളെ. നമുക്കിനി പുതിയ ചാപ്റ്ററുമായിട്ട് കാണാം. നിങ്ങളുടെ എല്ലാ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സിൻ്റെ ഒക്കെ ഫുൾ നോട്ടും തന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചാനലിലുണ്ട്, എഴുതി എടുക്കണേ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക്